ഹലോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല. ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ്. അത് വൺസ് അപ്പോൺ ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമയാണ് വരാത്തത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മളുടെ സ്വന്തം നാടല്ലേ. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഏത് പട്ടണത്തിലും സംഭവിക്കാം, അത്രേ ഉള്ളൂ. താങ്കൾ റാഫിയായിട്ടൊരു കൂട്ടിയിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ എക്സ്പെക്ട് ചെയ്യരുത്, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്താ റിവ്യൂസിനെ അതിനെ പേടിക്കുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, എന്താ പറയുക, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിഖ് ആൻഡ് ആദർശ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്നാൽ ചിരിയുണ്ട്, പക്ഷേ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. മുബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ മുബിനാണ് ഈ സിനിമയിലെ മെയിൻ റോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൽ മുബിനാണ് കറക്റ്റ് മാച്ചെന്ന് തോന്നിയത് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെയല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. അത് എവിടെ ഇരുന്നത്? പുറത്തു പറയാൻ കൊള്ളില്ലാത്തതാണ്. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിൽ ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിലീസായാലോ ഇനിയിപ്പോൾ എന്താ അന്വേഷിക്കാൻ പോയില്ലടാ. ഇല്ലാതെ ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പറഞ്ഞിറക്കും. ഞാൻ റാഫിക്കോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ല ഇയാളുടെ പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചെവിക്കൂടി കേട്ട് മറ്റു ചെവിക്കൂടി കളഞ്ഞ്. പക്ഷെ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഞാനതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നൊരു 80 ദിവസത്തോളം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 13 ദിവസം ഫൈറ്റിന് ഷൂട്ട് ചെയ്യേണ്ടത്. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്.
അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയെന്നുള്ളൂ. തുടങ്ങിയപ്പോൾ കൊച്ചു സിനിമയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട സിനിമ ചെയ്തിട്ട് നമ്മള് ഇറക്കിയിട്ട് ചെറിയ പ്രിന്റ് ഒക്കെ ആൾക്കാര് ട്രെയിനിലൊക്കെ ഇരുന്ന് കാണുന്ന ഇപ്പൊ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായി ഗുരുവായൂർ അമ്പലനടയിലൊക്കെ. അതുപോലെ കാണുമ്പോൾ എന്താണ് പറയാനുള്ളത്? അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി അതിപ്പോൾ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല. കാരണം നമുക്ക് കലാകാരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിൽ അത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും. നിങ്ങൾ ഇറക്കി കോടികൾ നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ അത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയിലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾ സിനിമ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുമാനം. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനാസ്പദമാക്കിയല്ലേ, സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മൾ തമ്മിലിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അത് നശിപ്പിക്കാതിരിക്കുക മാക്സിമം. ഈ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ചെയ്യുന്ന സമയത്ത് അതിലെ നായകനും വിഷ്ണുവിനും ചില ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും. അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നായകനായി എത്തിയത്. ഈ ഇതിലിങ്ങനെ കൊച്ചിയിലുള്ള വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പയ്യൻ അതിലേക്ക് മുമ്പി തന്നെ വേണം, അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്നുള്ള വാശിയൊന്നുമല്ല. നോക്കി അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സമ്മതിച്ചത്. അല്ലാണ്ട് പെട്ടെന്ന് മുബിയോടുള്ളൊരു ഇഷ്ടത്തിന് മുബീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും അതിപ്പോൾ ഞാൻ മാത്രമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്കാണ്. റാഫിക്ക ആണെങ്കിൽ പോലും സമ്മതിക്കില്ല. അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ. അത് വേണ്ട, വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും. അപ്പം നമുക്ക് ഓക്കെയാണ് എൻ്റെ പേരിൽ ചെയ്തതാണ്. തമാശകൾ എഴുതും തമാശകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചർച്ചകളുണ്ടല്ലോ. ഒരു തമാശ എടുത്ത് ആ തമാശ എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊളിറ്റിക്കൽ എഫക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പോ തമാശ പറയുമ്പോഴോ എഴുതുമ്പോഴോ സിനിമയിൽ അങ്ങനെയുള്ള ശ്രദ്ധകളൊക്കെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലേ. തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കാരണം വെച്ചിട്ട് മെജോറിറ്റി അതിന് നമുക്ക് ഇന്ന ചില പണ്ട് നമ്മൾ മിമിക്രി കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ഛനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കാമെന്ന് പറയുന്നത് തന്നെയാണ്. അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമുക്കത് അതിനുള്ള ശേഷിയില്ല. അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും. കാർഷിക ഒരു സിനിമയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അതിന്റെ ഡയറക്ടറിനും റൈറ്ററിനും, അതിന്റെ സൃഷ്ടി എങ്ങനെയായിരിക്കണം, അതിന്റെ കഥ എങ്ങനെയാവണം, അതിന്റെ സൃഷ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ ഡയറക്ടറും റൈറ്ററും ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു സെൻസർ ബോർഡ് വന്നിട്ട് ഈ സീൻ വേണ്ട, അല്ലെങ്കിൽ അവിടെ അത് വേണ്ട, ഇവിടെ ഇത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ആ കഥയുടെ എലമെന്റ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മളിപ്പോൾ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കഥ മനസ്സിലാകാതെ പോകും. അങ്ങനെയുള്ള സീൻസ് നമ്മൾ
അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും, അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും. ചിലപ്പോൾ ആ സീനില്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരൊറ്റ സീനിൻ്റെ പേരിൽ UA ആയി മാറും. അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ, കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടതെന്ന് കഥാകൃത്തും ഡയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ ആ ഒരൊറ്റ സീനിൻ്റെ പേരിലായിരിക്കും. അത് സെൻസർ നിയമങ്ങൾ മാറുന്ന സമയം നിശ്ചയിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല, അതിപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ മാറുന്ന അനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം, അത് അവർക്കിഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അവർ ആ സമയത്ത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അവിടെ നിന്ന് വെള്ളം കുടിക്കണപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. എന്ത് 2 ചർച്ചകളാണ്. സിനിമയിൽ ജാതി കൊണ്ടുവരുന്ന ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടന്നു. ഒരു റിവ്യൂ ഇട്ട ഒരു വലിയ റിവ്യൂ സ്വന്തം അവകാശപ്പെടുന്ന അത് റിവ്യൂ പിൻവലിക്കുന്നു. ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നു. നാദിർഷാ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അതൊക്കെ തെറ്റായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്ര പേര് ഇരിപ്പുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല. പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെ എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞ് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയുക. അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതോ ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. നമ്മൾ സിനിമ ആണ് അത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നവൻ കണ്ടോട്ടെ, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവുന്നവർക്ക് ശരിയാവട്ടെ, അത്രേ ഉള്ളൂ. ഈ സിനിമ ഒരു പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ച് വന്നിട്ടായിരുന്നു. രണ്ടാമത് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി 23 സിനിമാ സമരം പ്രഖ്യാപിച്ച സമയത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിരുന്ന ആൾക്കാരില്ലേ.
നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ്. ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട്, കാരണം അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ, വലിയ സിനിമകൾ, വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും. കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ. അതിപ്പോഴാണ് ഇത്രയുള്ളൂ.